ഹായ് എവ്രി വൺ, മല്ലു ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദിയ കൃഷ്ണയുടെ റീസെൻ്റ് ആയിട്ട് വന്നൊരു വീഡിയോയെ പറ്റിയാണ്. മദേഴ്സ് ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് അവരുടെ ഇൻലോസിൻ്റെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഡേയും കൂടിയായിരുന്നു. അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവർ കോവളം ലീലയിൽ പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇൻലോസിനെ പിക്കപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു മൈ ചാനൽ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇൻലോസിനെ പിക്ക് ചെയ്യാനായിട്ട് ദിയയും അശ്വിനും ഡ്രൈവറും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവരുടെ കുട്ടിയും കൂടി അവരുടെ കാറിൽ പോവുകയാണ്. അപ്പോഴാണ് ദിയ ഓരോ കാര്യങ്ങളും പറയുന്നത്. അതായത് ദിയയ്ക്ക് കൂടുതൽ വരുന്ന കമന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ദിയ സ്വന്തം വീട്ടിൽ മാത്രം പോകുന്നു, അശ്വിന്റെ വീട്ടിൽ പോകുന്നില്ല, ദിയയുടെ കുട്ടി അശ്വിന്റെ പാരന്റ്സുമായിട്ട് എന്തുകൊണ്ട് മിങ്കിൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല, ആ കുട്ടി എപ്പോഴും ദിയയുടെ പാരന്റ്സിനൊപ്പമാണ് കാണുന്നത്, പാരന്റ്സിനും സിബ്ലിങ്സിനൊപ്പമാണ് കാണുന്നത്, അതെന്തുകൊണ്ടാണ്, അശ്വിന്റെ പാരന്റ്സിനെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതാണോ എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അത്യാവശ്യം ഹാർഷായിട്ട് തന്നെ സംസാരിക്കുകയാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് കംഫർട്ടബിൾ അവരുടെ വീടാണ്, അതുകൊണ്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. കാരണം അവർക്ക് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഡെയിലി റുട്ടീൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഫുഡ് കഴിക്കാനായാലും കുളിക്കാനായാലും അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ വീടാണ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് അവരുടെ വീടാണ്. സോ അതുകൊണ്ടാണ് അവർ അവരുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ കുട്ടീനെ കൊടുത്തു വിടാത്തത്, അവർ മാത്രമായിട്ടിരിക്കുന്ന അശ്വിനും കുട്ടിയും മാത്രമായിട്ട് പോകാത്തത് എന്താണെന്ന് വെച്ചാൽ, കുട്ടി ചെറുതാണ്, തീരെ ചെറുതാണ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അച്ഛനാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് വാസ്തവമാണല്ലേ. അവർ പറയുന്നത് കുറച്ച് സ്ട്രോങ് വോയിസിൽ, ഹാർഷ് വോയിസിൽ സംസാരിച്ചെന്ന് പറഞ്ഞ് അവർ പറയുന്നതൊക്കെ സത്യമാണ്. കാരണം ചെറിയ കുട്ടിയാണ്, കുട്ടികളുള്ള ആൾക്കാരാണല്ലേ നമ്മൾ പലരും. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിനെക്കാട്ടിയും ഒരുപാട് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയായിരിക്കും. നമുക്ക് കുളിക്കാനോ ഫുഡ് കഴിക്കാനോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ നമ്മുടെ വീട് തന്നെയായിരിക്കും. എത്രയോ അമ്മമാർ, കുട്ടികളുള്ള അമ്മമാർക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും പറ്റാതെ അവർ ഹസ്ബൻഡ്സിൻ്റെ വീട്ടിൽ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ ഉൾപ്പെടെ പലരും സഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ സഫർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ ഫിനാൻഷ്യലി ഒക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. പുള്ളിക്കാർ നല്ല ഇൻഡിപെൻഡൻ്റ് ആണ്, നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിസ്കംഫേർട്ട് അവരുടെ ലൈഫിലേക്ക് അവർക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവരുടെ വീട് തൊട്ടടുത്താണ്. സോ അവർ അവരുടെ വീട്ടിൽ പോകുന്നു. പറഞ്ഞതെല്ലാം നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ പുള്ളിക്കാർ പറയുന്നത്, എന്തുകൊണ്ട് അശ്വിൻ്റെ അമ്മ എന്ന് വിളിക്കുന്നില്ല, അച്ഛനെ അച്ഛ എന്ന് വിളിക്കുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറയുന്നത്, അവർക്ക് സ്വന്തമായിട്ട് ഒരു അച്ഛനും അമ്മയും ഉണ്ട്. പിന്നെ എന്തിനാണ് അവർ കണ്ണിൽ കാണുന്ന എല്ലാവരെയും പോയി അമ്മ അച്ഛ എന്നൊക്കെ വിളിക്കുന്നത്? അങ്ങനെയുള്ള ചില വാക്കുകൾ, കാവിലമ്മയാണോ, അങ്ങനത്തെ കുറേ വിവാദപരമായിട്ടുള്ള കുറച്ച് വാക്കുകൾ അവർ പറയുന്നുണ്ട്. അവർ പ്രത്യേകിച്ച് തിങ്കൊന്നും ചെയ്യാതെ ജസ്റ്റ് അവരുടെ വായിൽ വരുന്ന സംസാരിക്കുന്നു. പക്ഷേ ഇതിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമുക്ക് എഡിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയില്ലേ, അതായത് നമുക്ക് എന്തെങ്കിലും നാവ് പിഴ വന്നു പോയാൽ നമ്മൾക്കത് എഡിറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവരൊന്നും എഡിറ്റ് ചെയ്ത് കളയുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം, നമ്മളെപ്പോലെ കുറേ ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കും. കുറേ ആളുകൾ വന്ന് കമൻറ്റ് സെക്ഷനിൽ വന്ന് ഒരുപാട് കമൻസ് ഇടും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവരുടെ വീഡിയോ എന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയും കൂടി ഇവരാഗ്രഹിക്കുന്നുണ്ടല്ലേ. അതായത് എത്രത്തോളം ഇത് പബ്ലിസിറ്റി കൂടുന്നു അത്രത്തോളം എന്ത് ചെയ്യും, ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നു, അവർക്ക് അതിന് മാത്രം ഏർണിങ്സ് കിട്ടും. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹേർട്ടാവുന്ന ഒരു കാലഘട്ടമൊക്കെ ചിലപ്പോൾ ഇനീഷ്യൽ ഡേയ്സിലുണ്ടായിരുന്നിരിക്കും, അവരുടെ യൂട്യൂബ് ജേർണിയുടെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നിരിക്കും. പക്ഷേ ഇപ്പോൾ അവരതൊന്നും ബോധർ ചെയ്യുന്നില്ല. കാരണം അതിൽ നിന്നുള്ള യൂട്യൂബ് മണി അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് അത്രത്തോളമാണ് അവർക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ കമൻറ്റ് സെക്ഷനിൽ വന്ന് അവരെ തെറി വിളിക്കുന്നതോ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ കാണും. പിന്നെ അവർക്ക് എഗെയിൻസ്റ്റ് നിൽക്കാൻ കുറച്ച് ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെ സമയം മാത്രമേ അവിടെ പോകുന്നുള്ളൂ. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ടും ചിലപ്പോൾ അവർ കമൻറ്റ് സെക്ഷൻ നോക്കാനേ പോകുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ അവിടെ നിങ്ങൾക്ക് തീർത്തിട്ട് പോകാം എന്നല്ലാതെ നമുക്ക് ഇതുകൊണ്ട് അവരുടെ മനസ്സ് മാറ്റാം എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ലല്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ എന്ന്. പിന്നെ എവിടെയാണ് ഇത് മറ്റുള്ളവരെടുത്ത് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനൊരു നെഗറ്റീവ് കാണുന്നതെന്ന് വെച്ചാൽ, അതിപ്പോൾ ദിയയുടെ ഇഷ്ടമാണല്ലേ. അവർക്ക് ആരെ അച്ഛനും അമ്മയും എന്ന് വിളിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. സ്വന്തം അച്ഛനും അമ്മയും മാത്രമേ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, പക്ഷേ എല്ലാ പെൺകുട്ടികളും ചിലപ്പോൾ അങ്ങനെയാണെന്നില്ലല്ലേ. ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും അവരച്ഛനും അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത്. ചിലപ്പം ഭർത്താവ് ഈ ഭാര്യയുടെ അച്ഛനും അമ്മയും അങ്ങനെ പാരൻസായിട്ട് കാണണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ ലേഡീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ കാണണം എന്ന് വിചാരിച്ച് വരുന്നവരായിരിക്കും. അച്ഛനും അമ്മയോട് തന്നെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നവരായിരിക്കും. പക്ഷേ പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് പലതും മാറിപ്പോകുന്നതായിരിക്കും. പറയുന്ന ഒരു കാര്യം ശരിയാണ്, നമ്മുടെ ഇൻലോസിനെ നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ ഹാർട്ടിലേക്ക് എടുക്കാതിരുന്നാൽ
പിന്നെ അവർ നമ്മളെ ഹേർട്ട് ചെയ്യുന്നതൊന്നും നമുക്ക് വരില്ല, നമ്മുടെ മനസ്സിലേക്ക് വരില്ല, നമ്മൾ അവർക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് അങ്ങനെയല്ല. അവർ നമ്മുടെ പാരൻസ് ആണ് എന്ന് വിചാരിച്ച് അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ്സ് വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ട്രൂ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉള്ളൊരു വീടാണ്. അവിടേക്കാണ് ഈ ആൺകുട്ടി കല്യാണം കഴിച്ചൊരു പെൺകുട്ടി വരുന്നത്. അപ്പോൾ ആ പെൺകുട്ടി അവരെ ഇൻലോസിനെ സ്വന്തം അച്ഛനെയും അമ്മയെ പോലെ തന്നെയാണ് കാണുന്നത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? അവരങ്ങനെ മകളായിട്ട് കാണുന്നില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു മകളുണ്ട്. ആ മകളിനെ ഫേവർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അമ്മ ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മകൾക്ക് കൊടുക്കുന്നു. മകൾക്ക് വേണ്ടി കുറച്ച് ചിലപ്പോൾ ഫുഡിൻ്റെ കാര്യമായിരിക്കാം, ചില സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ മകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നീക്കി വെക്കുന്നു. ഇപ്പോൾ നമ്മളൊരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ചിക്കൻ കറി വയ്ക്കുന്നു. ചിക്കൻ കറി വയ്ക്കുമ്പോഴത്തേക്കും ആ അമ്മ പറയുകയാണ്, എൻ്റെ മകൾക്ക് ലെഗ് പീസ് ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളാരും എടുക്കരുത്, കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നു. എൻ്റെ മകൾക്ക് ഫ്രൈ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തു അവൾക്ക് കൊടുത്തുവിടുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ്സ് വരുമ്പോൾ ചിലപ്പോൾ ആ മരുമകൾക്കത് ഹേർട്ട് ചെയ്യും. കാരണം പുള്ളിക്കാർ വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ്, പുള്ളിക്കാരുടെ അച്ഛനും അമ്മയും കംഫർട്ട് സ്പേസ് ഒന്നും അല്ല. അപ്പോൾ അവർക്കത് കിട്ടാതെ വരുമ്പോൾ അവർക്കത് ഹേർട്ട് ചെയ്യും. അവരുടെ മനസ്സിൽ എന്തായാലും എത്ര കാലം കഴിഞ്ഞാലും അത് ഉണ്ടാവുമല്ലേ. അപ്പോൾ അവരച്ഛനും അമ്മയായിട്ട് കണ്ടതാണല്ലോ, എന്നിട്ട് ഇങ്ങനെ വന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോഴേ ഇനിഷ്യലി നമ്മുടെ മനസ്സിൽ ഇത് നമ്മുടെ അച്ഛനും അമ്മയല്ല, പക്ഷേ ഇവർ രണ്ട് വ്യക്തികളാണ്, അവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ചെന്ന് കയറുകയാണെങ്കിൽ രണ്ട് കൂട്ടർക്കും നല്ലതാണല്ലേ. അത് അവരുടെ മകളെയോ മകനെയോ ഒക്കെ ഫേവർ ചെയ്തോട്ടെ, കാരണം അത് അവരുടെ മകളും മകനുമാണ്. അപ്പോൾ അവർ ഫേവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അച്ഛനും അമ്മയും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള, അവരെ എന്ത് ചെയ്യാം, അവർക്ക് കുറച്ച് മണി കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു ജോബ് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ല. നിങ്ങളെ അച്ഛനെയും അമ്മയും പരിപാലിക്കാനുള്ള സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടാക്കുക അല്ലേ. നിങ്ങളുടെ ഭർത്താവിൻ്റെ മണിയിൽ നിന്ന് എടുക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ദിയ കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ളവരല്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, സെൽഫ് ഏർണിംഗ് ആണ്. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും സ്റ്റെബിലിറ്റിയും ഒക്കെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ സംസാരിക്കുന്ന രീതിയും അവർ വളർന്നു വന്ന രീതിയിലൊക്കെ മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റൂ. പക്ഷേ ഈ വീഡിയോയിൽ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് വിവാഹത്തിനൊക്കെ മുമ്പ് സ്ഥിരമായിട്ട് ദിയയുടെ വീഡിയോസ്, കുറച്ച് കാലം മുന്നേ വിവാഹത്തിന് തൊട്ട് മുന്നുള്ള കുറച്ച് സ്ഥിരമായിട്ടുള്ള വീഡിയോസ് തന്നെ ഇവർ മിക്കവാറും ഈ അശ്വിൻ്റെ വീട്ടിൽ പോകുന്നതായിരുന്നു. അപ്പോൾ അശ്വിൻ്റെ അമ്മ എന്ത് ചെയ്യും, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതും അവരൊരു ചെറിയ കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കുന്നവരാണ്. ഇതവർ കുറച്ച് സാധനങ്ങളൊക്കെ ഈ തമിഴ് രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റ് കുറച്ച് ഏർണിങ്സ് ഒക്കെ കിട്ടുന്ന ആളാണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ഈ പുള്ളിക്കാരി തന്നെ ദിയ കൃഷ്ണയുടെ ചാനലിലൂടെ തന്നെ പ്രൊമോഷനൊക്കെ കൊടുക്കുകയും ഒരുപാട് അവർക്ക് സെയിലൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അന്നൊക്കെ ഇവർ ഈ വീഡിയോയിൽ മീനമ്മ എന്നൊക്കെ വിളിക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഈ നെറ്റിസൺസ് എടുത്ത് ട്രോളിയിരിക്കുന്നത്. അതായത് അന്ധകാലത്ത് ഇവരെന്താണ് ഇപ്പോൾ വ്യൂസിന് വേണ്ടിയിട്ടാണോ, അതായത് അന്ന് കാലത്ത് ഇവർക്ക് വ്യൂവേഴ്സിനെ തൃപ്തിപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ട് അവർ മീനമ്മ എന്ന് വിളിച്ചു. മാത്രമല്ല അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ വീടാണ്, അപ്പോൾ അവർക്കൊരു ഇമ്പ്രഷനൊക്കെ വേണം. അപ്പോൾ അതിനുവേണ്ടി സ്ഥിരമായിട്ട് അവിടെ പോവുക, അവിടുത്തെ വീഡിയോ ചെയ്യുക. അന്നൊന്നും സ്വന്തം വീട്ടിലെ വീഡിയോസും അധികമായിട്ട് സ്വന്തം ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഒന്നും പുള്ളിക്കാരി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ കല്യാണ വീഡിയോയ്ക്ക് തന്നെ അഹാന കൃഷ്ണ കൊടുത്ത ഒരു മെസ്സേജ് എന്തായിരുന്നെന്ന് വെച്ചാൽ, ദിയ ഇനി കുറച്ചും കൂടി ഫാമിലിയുമായിട്ട് ഒത്തുപോകട്ടെ, അതായത് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് മാറി ഫാമിലിക്കും കൂടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞങ്ങളുടെ ഇടയിലേക്കും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കട്ടെ എന്നാണ് അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് എൻ്റെ ഓർമ്മ. പ്രധാനമായിട്ടും ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് അവർ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ, അവർ ഒരുപാട് വീഡിയോസ് ഇടുന്നതാണല്ലേ, ഒരുപാട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇവരത് മറന്നുപോകും. പക്ഷേ ഇതെല്ലാം നമ്മുടെ റെക്കോർഡാണല്ലേ, നമ്മളൊരു ഇൻ്റർനെറ്റിൽ ഇതെല്ലാം റെക്കോർഡായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആളുകളെടുത്ത് വീണ്ടും ഈ വീഡിയോസ് എടുത്ത് കാണുകയും, അല്ലെങ്കിൽ ഇത് കണ്ട ആളുകളുടെ മനസ്സിൽ, ഇവർക്ക് പറഞ്ഞ ആളുകൾക്ക് ഓർമ്മയില്ലെങ്കിലും കണ്ട ആളുകൾ ഇത് വിഷ്വൽസ് കണ്ടിട്ടാണ് ഇത് റിമൈൻഡ് ചെയ്യുന്നതല്ലേ. നമുക്കൊരു സിനിമ കാണുന്ന പോലെയാണ്. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ അതിലെ ഓരോ വിഷ്വൽസും നമ്മൾ മൈൻഡിൽ പതിയുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ അതേന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിൽ പതിയുന്നത്. പിന്നെ മാത്രമല്ല ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്തെന്ന് വെച്ചാൽ, ഇവരുടെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉള്ളതാണല്ലോ. അപ്പോൾ ഇവരുടെ അമ്മയ്ക്കുണ്ട് യൂട്യൂബ് ചാനൽ. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് Q&A വരുമ്പോഴോ അല്ലെങ്കിൽ പുള്ളിക്കാരി പുറത്തിറങ്ങുമ്പോഴോ ഒക്കെ പുള്ളിക്കാരി ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ പറയാറുണ്ട്, അതായത് ചില കുട്ടികൾ വന്നിട്ട്, ഇപ്പോൾ ഹൻസികയുടെ പ്രായമുള്ളത് അല്ലെങ്കിൽ ഇഷാനിയുടെ പ്രായമൊക്കെ ഉള്ള കുട്ടികൾ ഓടി വന്നിട്ട് സിന്ധു അമ്മ എന്ന് വിളിച്ച് സംസാരിക്കാറുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഇപ്പോൾ ഈ സിന്ധു കൃഷ്ണയുടെ മകൾ പറയുന്നു, എനിക്കിപ്പോൾ
റോഡിൽ കാണുന്ന എല്ലാവരെയും അമ്മ അച്ഛ എന്ന് വിളിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ അമ്മ എന്ന് വിളിക്കുന്നു? അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണല്ലേ. പക്ഷെ നിങ്ങളുടെ സ്വന്തം അമ്മയേക്കാൾ ഒരിക്കലും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു വ്യക്തിനെ നിങ്ങൾ നേരിട്ട് കാണാത്ത, നിങ്ങൾക്ക് വേണ്ടി ഒന്നും സഫർ ചെയ്യാത്ത, നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാത്ത ഒരാളെ നിങ്ങൾ സ്വന്തം അമ്മയോളം കാണേണ്ടതില്ല എന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ അവരുടെ അമ്മയെ കാണുമ്പോഴേ അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അവർക്ക് സ്വന്തമായിട്ട് 4 മക്കളുണ്ട്. അവരുടെ മക്കളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു സ്ത്രീയാണല്ലേ. അപ്പോൾ അവരെ നിങ്ങൾ എന്തിനാ അമ്മയായി കാണണം? മാഡം, ഞാൻ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്, എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഓക്കെയാണ്. അല്ലാതെ സിന്ധു അമ്മ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ അങ്ങ് ആരാധിക്കേണ്ടതിൻ്റെ യാതൊരു കാര്യവുമില്ല എന്നുള്ളതും കൂടി ഇന്നത്തെ കാലത്തെ കുട്ടികളൊന്ന് മനസ്സിൽ വയ്ക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന ആളുകൾ, നമ്മളിപ്പോൾ ഏത് യൂട്യൂബ് ചാനലിലായാലും നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ മൈ വേ ബൈ കല്യാണിയുടെയൊക്കെ വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ട് ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചീനെ പോലെയാണ് ചേച്ചി, അവരാണെങ്കിൽ വിളിക്കുന്നിടം നമ്മളങ്ങ് തേനൊഴുകും, എൻ്റെ പൊന്നു മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കും. അതൊക്കെ ഓക്കെയാണ്, അതൊക്കെ അവരുടെ വീഡിയോ സ്റ്റൈലാണല്ലേ. പക്ഷേ അത് കാണുമ്പോൾ അതൊക്കെ അവരുടെ വീഡിയോ മേക്കും, നമ്മൾ അതിനെ ഒരു കുറ്റവും പറയാൻ പാടില്ല. അവർക്ക് ഇഷ്ടമുള്ള വീഡിയോ കാണുന്നു. അവരിപ്പോൾ എല്ലാവരോടും കാണാനൊന്നും പറയുന്നില്ല, ഇഷ്ടമുള്ള ആളുകൾ കാണുന്നു, ഓക്കെ. പക്ഷേ നിങ്ങൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ അവരെ ഒരു കൈ അകലത്തിൽ നിർത്തുക. അവർ നിങ്ങളുടെ സ്വന്തം ആരുമല്ല. നിങ്ങൾക്കിപ്പോൾ നല്ലത് വരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഉന്നതി കാണുന്ന ആളുകളൊന്നുമല്ല. അവർക്കിതിലൂടെ നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത് വെച്ചിട്ട് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങണം എന്നൊന്നുമില്ല. അപ്പോൾ അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുമില്ല, അത് കുറ്റമല്ല. കാരണം അവരുടെ ചാനലിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്കിഷ്ടം. പണ്ട് നമ്മുടെ ടി വികളിലൊക്കെ ഒരുപാട് ആഡ് വരാറില്ലേ, ഫെയർ ആൻഡ് ലവ്ലി പോലുള്ള ഒരുപാട് കമ്പനീസിൻ്റെ ആഡ് വരാറുണ്ട്. നിങ്ങൾ ഇത്ര ദിവസം തേച്ചാൽ മതി, ഈ കരി പുരണ്ടിരിക്കുന്ന ഒരാളെ നല്ല വെളുത്ത് കാണിക്കുന്ന ആഡൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനി അതിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസിനെതിരെ നമുക്ക് കേസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ പറ്റിയും പറയാനുള്ളത്. ഇതിപ്പം പറഞ്ഞത് അവരുടെ അഭിപ്രായമാണല്ലേ. ഇപ്പം അവർക്ക് അവരുടെ സ്വന്തം അച്ഛനും അമ്മയുണ്ട്, അവരെ മാത്രമേ അച്ഛനും അമ്മയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദെയർ കാര്യം അല്ലേ, അവരുടെ മാറ്ററാണ്. നമ്മളതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളെപ്പോഴാണ് ഇതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇവർ പണ്ട് മീനമ്മ അങ്ങനെയൊക്കെ വിളിച്ച് നടന്നിരുന്ന അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഡൗൺ കെയർ ആറ്റിറ്റ്യൂഡാണ്. അത് ലൈഫിലെല്ലാം അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ ആളുകളുടെയൊക്കെ സ്വഭാവങ്ങൾ ഇങ്ങനെ മാറി തുടങ്ങുമല്ലേ. അപ്പം അങ്ങനെ ഒരു കാലഘട്ടമാണ്. ഇപ്പം നമ്മൾ പണ്ട് ദിയ കൃഷ്ണയുടെ വീഡിയോകൾ കണ്ടിരുന്ന അശ്വിനെ ആയിരിക്കില്ല ഇപ്പം നമ്മൾ കാണുന്നത്. ആ ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കില്ല ചിലപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ചുമ്മാ ജഡ്ജ് ചെയ്തിരുന്ന് നമ്മുടെ ടൈം കളയുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ശരിയോ തെറ്റോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഈ വീഡിയോ എടുത്തേ വിമർശിക്കുന്നത് കണ്ടു. ഓക്കെ, ദാറ്റ് ഈസ് ദെയർ ഒപ്പീനിയൻ അല്ലേ, അതൊക്കെ അവരുടെ ഒപ്പീനിയനാണ്. പക്ഷേ എനിക്ക് വിമർശിക്കാനായിട്ട് അവർ പറഞ്ഞാൽ ഇപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും മാത്രമേ അവർക്ക് അച്ഛനും അമ്മയെന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിനെ നമുക്ക് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അവരുടെ കാര്യമാണ്. ദിയയുടെ പണ്ടത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ വീഡിയോസിലൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും ക്രിറ്റിസിസം നേരിട്ടുള്ളത്, ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് ദിയ എപ്പോഴും ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു, അശ്വിന് ബാക്ക് സീറ്റിലിരിക്കുന്നു. കാരണം പുള്ളിക്ക് ഡ്രൈവിംഗ് അധികം വശമില്ല എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പുള്ളി ബാക്കിലാണ് ഇരിക്കുന്നത്, ദിയ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. അപ്പോൾ ഇവരുടെ അമ്മ തന്നെ ഇടയ്ക്ക് വ്ളോഗിൽ കളിയാക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. ഇനി എപ്പോഴാണ് നീ ഈ ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അശ്വിനെ കളിയാക്കുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വൈറലും ആയതായിരുന്നു, മീൻസ് വിവാദമായതായിരുന്നു. അപ്പോൾ അവരുടെ ഇൻലോസിൻ്റെ കൂടെ പോകുമ്പോഴും അതിനെ കെയർ ചെയ്യേണ്ട കാര്യമില്ല, മറ്റുള്ളവർ എന്ത് പറയും അല്ലെങ്കിൽ ഇൻലോസ് എന്ത് വിചാരിക്കുമെന്ന് അവർ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം അവർ സ്വന്തം ഏണിങ്സ് കൊണ്ട് വാങ്ങിയ കാറാണ് അല്ലേ. ഇപ്പം നമ്മുടെ ഭർത്താവിൻ്റെ കാറിൽ ചിലപ്പോൾ നമുക്ക് കയറിയിരിക്കുമ്പോൾ നമുക്കൊരു ഗിൽറ്റ് ഉണ്ടാവും അല്ലേ. നമ്മുടെ ഇൻലോസൊക്കെ പുറകിലിരിക്കുമ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം കയറി ഫ്രണ്ടിലിരിക്കാനൊന്നും പറ്റില്ല. അതായത് നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയാണല്ലേ, നമ്മുടെ ഇൻലോസുമായിട്ട് പോകുമ്പോൾ നമ്മുടെ അമ്മായിയച്ഛൻ തന്നെയായിരിക്കും ഹസ്ബൻഡിനോട് ഫ്രണ്ട് സീറ്റിലിരിക്കും. ചില ലേഡീസ് എന്ന് പറയുന്നത് അവർ ഭയങ്കര പവർഫുള്ളായിരിക്കും. അവർ കറക്റ്റ് അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കേണ്ടത് അവർ തന്നെയാണ് എന്നുള്ളൊരു ബോധ്യം അവർക്കുള്ളത്, അവർ തന്നെ കയറിയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഇൻലോസിനെ കെയർ ചെയ്യുന്നില്ല. കെയർ ചെയ്യുക മീൻസ് ഇൻലോസിനെ പേടിച്ച് അവർക്ക് ബാക്ക് സീറ്റിലിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവരുടെ ഹസ്ബൻഡും ഇൻലോസും തന്നെയാണ് ബാക്കിലിരിക്കുന്നത്, അവർ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. ഒരു ചെറിയ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളായിരിക്കും. കാര്യം നമ്മൾ കണ്ടിട്ടില്ല, നമ്മളിപ്പോൾ ഇവരുടെ ചാനൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ ഫുൾ കാണുകയാണ്. പക്ഷേ ഇപ്പം നമ്മൾ റിച്ച് ഫാമിലിയെ നമ്മൾ കാണുന്നില്ല അല്ലേ, എങ്ങനെയാണ് ഒരു ട്രാവൽ ചെയ്യുന്നതെന്ന്. ഇവർ യൂട്യൂബിലുള്ളതുകൊണ്ട് നമ്മളിതെല്ലാം കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലർക്കും ഇത് പുതുമയുള്ളൊരു കാര്യമായിരിക്കും, അതുകൊണ്ടാണ് എല്ലാവരും ഇതെടുത്ത് വെച്ച് വിമർശിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ മിക്കുള്ള റിച്ച് ഫാമിലീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കാം, നമുക്കത് അറിയില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.